മാരാർകുളം വടക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും ഗ്രാമപഞ്ചായത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ പാലിയേറ്റീവ് ദിനാചരണം നടത്തി. പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി രത്നമ്മ ഉദ്ഘാടനം ചെയ്തു. മാരാർകുളം വടക്ക് കുടുംബ ആരോഗ്യ കേന്ദ്രത്തിന്റെയും ഗ്രാമപഞ്ചായത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ പാലിയേറ്റീവ് ദിനാചരണം നടത്തി. പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി രത്നമ്മ ഉദ്ഘാടനം നിർവഹിച്ചു. വാർഡംഗം മിനിമോൾ സൂര്യത്ത് അധ്യക്ഷത വഹിച്ചു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ശ്രീദേവി എസ് പാലിയേറ്റീവ് ദിന സന്ദേശം നൽകി. മാരാർകുളം സാന്ത്വനി പേൾ റിസോർട്ട് മാനേജർ വൈഷ്ണവ്, കാർണോസ്റ്റി റിസോർട്ട് മാനേജർ സജീവ് ചന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. പാലിയേറ്റീവ് നഴ്സ് സാനി ജാക്ലിൻ, ഡ്രൈവർ പി ആർ വിജയൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. പാലിയേറ്റീവ് രോഗികൾക്കുള്ള ഭക്ഷണ കിറ്റും ചടങ്ങിൽ വിതരണം ചെയ്തു. വർഷവും ജനുവരി 15 നമ്മൾ പാലിയേറ്റീവ് ദിനമായിട്ടാണ് ആചരിക്കുന്നത്. നമുക്കറിയാം, വളരെ സങ്കീർണമായ രോഗങ്ങളാൽ ഭാരപ്പെടുന്ന രോഗികൾക്ക് അവരുടെ രോഗതീവ്രത കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിചരണം നൽകുന്നതിനും അതോടൊപ്പം തന്നെ അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് കൂട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു സ്പെഷ്യലൈസ്ഡ് മെഡിക്കൽ കെയർ ആണ് പാലിയേറ്റീവ് കെയർ എന്ന് പറയുന്നത്. നമ്മുടെ കേരളത്തിലുള്ള പാലിയേറ്റീവ് ദിനമാണ് നമ്മൾ ജനുവരി 15 ആചരിക്കുന്നത്. നമുക്കറിയാം, പാലിയേറ്റീവ് കെയർ എന്ന് പറയുന്നത് ഒരു ടീം വർക്കാണ്. ഒരു ഡോക്ടറുണ്ട്, ഒരു ട്രെയിൻഡ് ആയിട്ടുള്ള പാലിയേറ്റീവ് കെയർ നേഴ്സുണ്ട്, പിന്നെ ട്രെയിൻഡ് ആയിട്ടുള്ള വോളണ്ടിയേഴ്സ്, ആശാ വർക്കർമാർ, അങ്ങനെ അവരെല്ലാം ഉൾപ്പെടുന്ന ഒരു മെഡിക്കൽ ടീമായിട്ടാണ് നമ്മൾ ഒരു സർവീസ് കൊടുക്കുന്നത്. അത് നമ്മുടെ എല്ലാ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലും, ജില്ലാ ആശുപത്രികളിൽ, ജനറൽ ആശുപത്രികൾ, അതുപോലെ തന്നെ താലൂക്ക് ആശുപത്രികളിൽ പ്രവർത്തിക്കുന്ന പാലിയേറ്റീവ് കെയർ യൂണിറ്റുകളിൽ നിന്ന് ലഭ്യമാണ്. ഇതിൽ നമുക്ക് ഹോം കെയർ, അതായത് ഹോം സെൻറ്റേഡ് ആയിട്ടുള്ള കെയർ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഗൃഹ കേന്ദ്രീകൃതമായിട്ടുള്ള പരിചരണം, പിന്നെ OP-IP സേവനങ്ങളുണ്ട്. ഈ രോഗികൾക്ക് പരിചരണത്തിന് ആവശ്യമായ സാമഗ്രികൾ, മെഡിക്കൽ എക്യുപ്മെൻറ്റ്സ് നമ്മൾ വിതരണം നടത്തുന്നുണ്ട്. ഫിസിയോതെറാപ്പിയുടെ സർവീസസ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ പല കെയറാണ് നമ്മളിതിൽ കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ പ്രൈമറി തലത്തിലുള്ള പാലിയേറ്റീവ് കെയർ കൊടുക്കുന്നുണ്ട്. സെക്കൻഡറി തലത്തിൽ അതിൽ ഫിസിയോതെറാപ്പിസ്റ്റും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു സെക്കൻഡറി പാലിയേറ്റീവ് കെയർ നമ്മൾ നടത്തി വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഗവൺമെൻറ് ഒരു ടെർഷറി ആയിട്ടുള്ള ഒരു പാലിയേറ്റീവ് കെയറും കൂടെ പ്ലാൻ ചെയ്ത് വരികയാണ്. അതോടൊപ്പം തന്നെ ക്വാളിറ്റി അഷുറൻസും നമ്മളിതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈക്വാസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കുന്ന ഹോം കെയറിൻ്റെ ഒരു ക്വാളിറ്റി അഷ്യൂർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാംസും ഭാവിയിൽ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു കെയറാണ് നമ്മൾ കൊടുക്കുന്നത്. നേരത്തെ 1-2 പഞ്ചായത്തുകൾ തുടങ്ങിയിരുന്ന ഈ ഒരു പദ്ധതി ഇപ്പോൾ എല്ലാ പഞ്ചായത്തുകളും മാൻഡേറ്ററി ആയിട്ട് എടുത്ത് നടത്തി വരുന്ന ഒരു പദ്ധതിയാണ് നമ്മുടെ സാന്ത്വന പരിചരണ പദ്ധതി. അപ്പോൾ ഇത് നമ്മുടെ ഇന്നത്തെ ഈ ഒരു ജനുവരി 15 ഈ വർഷത്തെ ഒരു തീം എന്ന് പറയുന്നത് സംതൃപ്തമായിട്ടുള്ള പരിചരണം എല്ലാവരുടെയും ആവശ്യം എന്നുള്ളതാണ് ഈ വർഷത്തെ ഒരു തീം. അപ്പോൾ എല്ലാ കിടപ്പിലായ രോഗികൾ മാത്രമല്ല, സങ്കീർണമായ രോഗങ്ങളാൽ ഭാരപ്പെടുന്ന എല്ലാവർക്കും, irrespective of their age and their socio-economic status, we are giving this service to these palliative patients.